Hello everyone, welcome to our channel. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മുള്ളാത്ത പറിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് മുള്ളാത്ത മരത്തിൻ്റെ ചോട്ടിലാണ്. നമുക്ക് ഈ മരത്തിൽ വിളവെടുക്കാറായ ഒരെണ്ണം ഉണ്ട്, നമുക്കത് പറിക്കാം. ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇത് അത്യാവശ്യം വലിയതാണ്, നമുക്കത് പറിച്ചെടുക്കാം. ഇവിടെ നല്ല ഉറുമ്പാണ്. ഈ മുള്ളാത്ത നമ്മൾ പറിച്ച മുള്ളാത്ത അത്യാവശ്യം നന്നായിട്ട് പഴുത്ത മുള്ളാത്തയാണ്. അതുകൊണ്ടാണ് ഇതിന് കളർ, സാധാരണ ഇത് ചെറുതായിരിക്കുമ്പോൾ നല്ല ഡാർക്ക് ഗ്രീനും ഇത് പഴുത്ത് വിളഞ്ഞു വരുന്ന സമയത്ത് ഒരു യെല്ലോയിഷ് കളറും വരുന്നതാണ്. ഇത് നന്നായിട്ട് പഴുത്തതാണ്. ഇതിന് സീതപ്പഴം, മുള്ള് സീതപ്പഴം, പിന്നെ സോർ സോപ്പ് ഫ്രൂട്ട് എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത്, സോർ സോപ്പ് ഫ്രൂട്ട്. പിന്നെ ഇതിൻ്റെ ഈ തൊലി എന്ന് പറയുന്നത് നല്ല ഗ്രീൻ കളറിലാവുമ്പോൾ, അതായത് പച്ചയാകുന്ന സമയത്ത് നല്ല രീതിക്ക് മുള്ള് കാണാൻ പറ്റും. ഇപ്പോൾ ഇത് വിളഞ്ഞ് വരുന്ന സമയത്ത് ഇതിന് മുള്ള് കുറച്ച് നമുക്ക് പിടിച്ച് നോക്കാം, കയ്യിൽ കുത്തിക്കയറുന്ന ടൈപ്പ് മുള്ളല്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയുണ്ടെന്ന് മുറിച്ച് നോക്കാം. ഇതിനകത്ത് സീഡ്സ് വരുന്നുണ്ട്, വൈറ്റ് കളറിലാണ് ഇതിൻ്റെ ഫ്ലഷ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്ലഷ്. ഇതിനുള്ളിൽ ബ്ലാക്ക് കളറിൽ സീഡ് ഉണ്ടാവും. ഇത് ഒരു മുള്ളാത്തയ്ക്ക് അത്യാവശ്യം ഒരു മാക്സിമം ഒരു സീഡിൻ്റെ കപ്പാസിറ്റി അളവ് വരുന്നത് ഒരു 200-നടുത്തൊക്കെ വരുമെന്നാണ് പറയുന്നത്. പിന്നെ ഈ മുള്ളാത്തയുടെ ഒരു ലെങ്ത്ത് മാക്സിമം അതൊരു 20 സെൻറ്റിമീറ്ററൊക്കെ വരും. അതുപോലെ തന്നെ 4-4.5 കിലോ വെയിറ്റ് വരുന്ന ഫ്രൂട്ടാണിത്. നമ്മളിത് തൂക്കി നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഫ്രൂട്ടിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 1.3 kg ആണ്. നമുക്കിപ്പോൾ കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് കസ്റ്റർഡ് ആപ്പിളിൻ്റെ ആ ഒരു ടേസ്റ്റ്, ചെറിയ പുളിപ്പും ചെറിയ മധുരവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് കഴിച്ചിട്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ടാണ് ഇത് നമുക്ക് ഇത് പിന്നെ പറഞ്ഞു കേട്ടിരിക്കുന്നത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുന്നൊക്കെ, പക്ഷേ അത് വെറുതെയാണ്, അത് സയൻറ്റിഫിക്കലി തെളിഞ്ഞിട്ടൊന്നുമില്ല ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. പിന്നെ ഇത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാം ഇത് വെച്ചിട്ട്. അതുപോലെ തന്നെ ചിലർ പറയുന്നത് കേൾക്കാം ഇത് പച്ചയായിരിക്കുമ്പോൾ തോരൻ വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, കറിയായിട്ട്. പിന്നെ നമുക്ക് ഇത് ഷേക്ക് ഉണ്ടാക്കാനായിട്ടും പിന്നെ പുഡിങ്ങോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഇത് വെച്ചിട്ട്. നമ്മളിവിടെ റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ വർക്ക് സംബന്ധമായിട്ട് നമ്മളിവിടെ വന്ന് താമസിക്കുക. ശരിക്കും നമ്മൾ കുമരകത്താണ് നമ്മുടെ നാട്. അപ്പോൾ നമ്മളിവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഓണർ താമസിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പറമ്പിലാണ് ഈ സംഭവം ഉണ്ടായത്. നമ്മളോട് കണ്ടിട്ട് വേണമെങ്കിൽ പറിച്ചു, അവിടെ ഇനിയും ഉണ്ട്, വേണമെങ്കിൽ പറിച്ചോളാൻ പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി പറിച്ചതാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് കിട്ടുവാണെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങളുടെ നാടുകളിലൊക്കെ ഈ ഒരു ഫ്രൂട്ടിന് പറയുന്ന പേരെന്താണെന്നും കൂടെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മളുടെ ചാനൽ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോസ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.